പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റായ കൊലീൻ ഹൂവർ രചിച്ച നവമാധ്യമങ്ങളിലും അനേകായിരം വായനക്കാരുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെട്ട പ്രസിദ്ധ നോവലാണ് ഇറ്റ് എൻഡ്സ് വിത്ത് അസ്. വളരെ ഊർജ്ജസ്വലയായ, തൻ്റെ കഴിവുകളിൽ വിശ്വാസമുള്ള, ലക്ഷ്യങ്ങളുടെയും തൻ്റെ സ്വപ്നങ്ങളുടെയും പുറകെ അത് നേടാനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലില്ലി ബ്ലോസം എന്ന യുവതിയാണ് നോവലിലെ പ്രധാന കഥാപാത്രം. ലില്ലിയിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത്. ലില്ലിയുടെ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങിലൂടെ ആരംഭിക്കുന്ന നോവലിൽ തുടർന്നുണ്ടാകുന്ന കണ്ടുമുട്ടലുകളിലൂടെയും പ്രണയബന്ധങ്ങളിലൂടെയും വൈവാഹിക ജീവിതത്തിലൂടെയും അനേകം നല്ല നിമിഷങ്ങൾ വായനക്കാരന് സമ്മാനിക്കുന്നുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ചലച്ചിത്രമെന്ന പോലെ മനസ്സിൽ വരച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള എഴുത്താണ് നോവലിസ്റ്റിൻ്റേത്. ലില്ലി ബ്ലൂം എന്ന യുവതി കണ്ടുമുട്ടുന്ന റൈൽ എന്ന ന്യൂറോ സർജൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി അലീസ, ചെറുപ്പകാലത്തിലെ കാമുകനായിരുന്ന അറ്റ്ലസ്, ലില്ലിയുടെ അമ്മ തുടങ്ങിയവരെയാണ് നമുക്ക് കഥയിലുടനീളം കാണുവാൻ കഴിയുക. പ്രശസ്തയായ എലന് ലിലി എഴുതുന്ന കത്തുകളുടെ രൂപത്തിലാണ് ലിലിയുടെ പൂർവ്വകാലം നമുക്ക് പുസ്തകത്തിൽ കാണിച്ചു നൽകുന്നത്. പ്രണയവും സൗഹൃദവും പ്രത്യാശയും നിറഞ്ഞു നിൽക്കുന്ന ഈ നോവലിൽ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ ഡൊമസ്റ്റിക് അബ്യൂസിനെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ചെറുപ്പത്തിൽ താൻ നേരിട്ട് കണ്ട വീട്ടിലെ രക്ഷിതാക്കൾ തമ്മിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളുടെ കാര്യങ്ങൾ ലിലിയുടെ മനസ്സിൽ ഉണ്ടെങ്കിലും ഇത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാതെ ലിലി അനുഭവിക്കുന്ന സംഘർഷങ്ങളും നോവലിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സാർവലൗകികമായ ഒരു പ്രശ്നത്തെ ലിലി എങ്ങനെ നേരിടുന്നു എന്നത് നോവലിൽ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ലിലിയുടെ പല ചിന്തകളും ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരത്തിൽ വളരെ അബ്യൂസീവും ടോക്സിക്കുമായിട്ടുള്ള വൈവാഹിക ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർക്ക് തൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്തുവാനുള്ള ചിന്തകൾ പകർന്നു നൽകുവാനുള്ള സാധ്യതയുണ്ട്. കഥയിലുടനീളം ലിലിക്ക് താങ്ങായി നിൽക്കുന്ന ഒരുപാട് കരുത്തുറ്റ സ്ത്രീകളും നമുക്ക് കാണുവാനായി സാധിക്കുന്നു. നോവലിലെ ചില അനുഭവങ്ങളെല്ലാം വ്യക്തിജീവിതത്തിൽ തൻ്റെ കുട്ടിക്കാലത്ത് നേരിട്ടുള്ളവയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും കൊലീൻ പറയുന്നുണ്ട്. വായന ഇഷ്ടപ്പെടുന്നവരും വായനാലോകത്തേക്ക് കടന്നു വരുന്നവർക്കും ഒക്കെ തന്നെ നല്ല ഒരു വായനാനുഭവവും ഒരു തോട്ട് പ്രൊവോക്കിങ്ങുമായിട്ടുള്ള രചനയാണിത്. നോവലിൻ്റെ രണ്ടാം പാർട്ടായി ഇറ്റ് സ്റ്റാർട്ട് വിത്ത് അസ് എന്ന ഭാഗവും പുറത്തിറങ്ങിയിട്ടുണ്ട്.